നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് മനു, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നെറ്റ്വർക്ക് ലൈഫ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് മദർ ബോർഡ് ഉള്ളതിനെക്കുറിച്ചാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു കമ്പോണൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ അകത്താണ് മദർ ബോർഡ് വരുന്നത്. അപ്പം മദർ ബോർഡ് റാം, അങ്ങനെയുള്ള CPU അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മദർ ബോർഡ് എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വരുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെൽ ഐക്കണും കൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പം നമുക്ക് കൂടുതൽ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കമ്പോണൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ആണ് മദർ ബോർഡ്. ആദ്യമേ വരുന്നത് CPU മൈക്രോ പ്രൊസസ്സർ, രണ്ടാമത് മദർ ബോർഡ്, മൂന്നാമത് റാം മെമ്മറി, നാലാമത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് SDD, അഞ്ചാമത് ODD DVD റൈറ്റർ, ആറാമത് SMBS. അപ്പം ഓരോ ടോപ്പിക്കും ഓരോ വീഡിയോയിലൂടെയാണ് പറയുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് മദർ ബോർഡാണ്. അപ്പോൾ മദർ ബോർഡിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. മദർ ബോർഡിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. മദർ ബോർഡ് അല്ലെങ്കിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് മദർ ബോർഡിനെ പറയും. മദർ ബോർഡിൻ്റെ വേറൊരു പേരാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. അപ്പോൾ എന്താണ് മദർ ബോർഡ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഇന്റർകണക്ഷൻ ഓഫ് കമ്പോണൻറ്റ്സ് ഇൻ എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കമ്പോണൻറ്റ്സ് എല്ലാം കൂടി ഇന്റർകണക്റ്റ് ചെയ്യുന്ന ഒരു ബോർഡാണ് മദർ ബോർഡ്. അതായത് നമ്മുടെ ഓരോ പോർട്ട്, സോക്കറ്റ്, സർക്യൂട്ട് ബോർഡ് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മദർ ബോർഡ്. അപ്പം CPUവിൻ്റെ അകത്താണ് മദർ ബോർഡ് ഉള്ളത്. അപ്പം നമ്മൾ വെളിയിൽ കൂടെ കേബിളിങ് കാര്യങ്ങളോ നമുക്ക് CPU കുത്തുമ്പം അത് മദർ ബോർഡിലാണ് അതിൻ്റെ ഫുൾ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, CPU എന്ന് പറയുന്നത് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടറാണ്. അപ്പം CPUവിൻ്റെ അകത്താണ് മദർ ബോർഡ് വരുന്നത്. It is a circuit board which have ports, socket with the transistor coating to connect components together. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു സർക്യൂട്ട് ബോർഡാണ്. പോർട്ട്, സോക്കറ്റ്, ട്രാൻസിസ്റ്റർ എല്ലാം മദർ ബോർഡിൻ്റെ അകത്ത് ഉണ്ട്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കോണ്ടാക്ട് ഫ്ലോ ഓഫ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബസ്സസിൻ്റെ സഹായത്തോടു കൂടി ഫ്ലോ ഓഫ് ഡാറ്റ ഇൻഫർമേഷനും മദർ ബോർഡിൽ കൂടെ പാസ് ചെയ്തു പോകും. എന്താണ് ബസ് എന്നുള്ളതെന്ന് ചോദിച്ചാൽ, ബസ് എന്ന് പറയുന്നത് ഡാറ്റ ഫ്ലോ ചെയ്യുന്നതിനാണ് ബസ്സസ് എന്ന് പറയുന്നത്. ഡാറ്റ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നതിനാണ് ബസ്സസ് എന്ന് പറയുന്നത്. ബസ്സസ് മദർ ബോർഡിൻ്റെ അകത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് നമ്മൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം പാസ് ചെയ്യുന്നത് ബസ്സസിലൂടെയാണ്. ബസ്സസ് മദർ ബോർഡിൻ്റെ അകത്തുണ്ട്. മദർ ബോർഡ് 2 ടൈപ്പ് ഓഫ് മദർ ബോർഡ് ഉണ്ട്. ഒന്ന് പ്ലെയിനും ഒന്ന് മാർക്കും. അപ്പം എന്താണ് പ്ലെയിൻ എന്ന് നോക്കാം. ഇതാണ് പ്ലെയിൻ ആയിട്ടുള്ള മദർ ബോർഡ്. ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. CMOS ബാറ്ററി, CPU സോക്കറ്റ്, ഇൻ്റലിൻ്റെ ചിപ്പ് വെക്കാനുള്ളത്, റാൻഡം ആക്സസ് മെമ്മറി, VGA പോർട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതാണ് നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ ലാപ്ടോപ്പിലെല്ലാം സാധാരണയായി കണ്ടുവരുന്ന പ്ലെയിൻ മദർ ബോർഡ്. അടുത്ത സെഗ്മെൻറ്റ്സ് ഓഫ് മദർ ബോർഡാണ്. സെഗ്മെൻറ്റ്സ് ഓഫ് മദർ ബോർഡ് 2 ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഇൻറ്റഗ്രേറ്റഡ് മദർ ബോർഡ്, ഒന്ന് നോൺ ഇൻറ്റഗ്രേറ്റഡ് മദർ ബോർഡ്. ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ കംസ് വിത്ത് ഓൾ പാർട്സ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ഇറ്റ്. അതായത് നമ്മളൊരു കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് എല്ലാ പാർട്സും മദർ ബോർഡിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത്. നോൺ ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. റാം 4GB 8GB ആക്കണമെങ്കിൽ അത് ആഡ് ചെയ്യാം. നോൺ ഇൻറ്റഗ്രേറ്റഡ് മദർ ബോർഡ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതാണ് നോൺ ഇൻറ്റഗ്രേറ്റഡിൻ്റെ പ്രത്യേകത. ഇൻറ്റഗ്രേറ്റഡിൻ്റെ അകത്ത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ നോൺ ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് അത് 99% സെർവറിലായിരിക്കും യൂസ് ചെയ്യുന്നത്. സെർവർ എന്ന് പറയുന്നത് ബിഗ് കമ്പ്യൂട്ടറാണ്, സൂപ്പർ കമ്പ്യൂട്ടർ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. സെർവർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്നതും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലം. സെർവറിൽ നിന്നാണ് നമുക്ക് ഓരോന്നും കിട്ടുന്നത്. ഫേസ്ബുക്കിൻ്റെ സെർവർ, യൂട്യൂബിൻ്റെ സെർവർ, ഇൻസ്റ്റഗ്രാമിന് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം സെർവറിലേക്കാണ് ഡാറ്റ ഇൻഫർമേഷൻ പ്രോസസ്സിങ് എല്ലാം യൂസേഴ്സിന് ഒരേ ടൈമിൽ ബിഗ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നത് സെർവറിലൂടെയാണ്. അപ്പോൾ സെർവറിലാണ് നോൺ ഇൻറ്റഗ്രേറ്റഡ് മദർ ബോർഡ് വെക്കുന്നത്. കാരണം
അതിനകത്ത് ഫുള്ളായിട്ട് അപ്ഗ്രേഡാണ് എപ്പോഴും. ഇപ്പം ഒത്തിരി യൂസേഴ്സ് വന്നാൽ അതിനനുസരിച്ചുള്ള റിക്വയർമെൻറ്റ് വേണ്ടതുകൊണ്ട് അത് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യണം. അതാണ് നോൺ ഇൻറ്റഗ്രേറ്റഡ് മദർ ബോർഡ് എന്ന് പറയുന്നത്. അടുത്തത് മേജർ ബ്രാൻഡ് ഓഫ് മദർ ബോർഡ്. ഒന്ന് ഡെസ്ക്ടോപ്പ് മദർ ബോർഡ്, ലാപ്ടോപ്പ്, സെർവർ മദർ ബോർഡ്. ഡെസ്ക്ടോപ്പ് മദർ ബോർഡ് എന്ന് പറയുമ്പോൾ ഡെസ്ക്ടോപ്പിൻ്റെ കൂടെയുള്ള മദർ ബോർഡ്, CPU-ൻ്റെ അകത്തുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡെസ്ക്ടോപ്പ് സിസ്റ്റം. ഇറ്റ് കംസ് വിത്ത് അപ്ഗ്രേഡേഷൻ കാപ്പബിലിറ്റി. ഡെസ്ക്ടോപ്പ് മദർ ബോർഡ് അപ്ഗ്രേഡേഷൻ ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പവർ സപ്ലൈ മാറ്റാം, SMPS പവർ സപ്ലൈ മാറ്റണമെങ്കിൽ അത് മാറ്റാം, CPU മാറ്റാം, RAM അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ 4GB ആണെങ്കിൽ നമുക്ക് 16GB ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെ ഡെസ്ക്ടോപ്പ് മദർ ബോർഡിൽ നമുക്കെല്ലാം അപ്ഗ്രേഡ് ചെയ്യാം. ലാപ്ടോപ്പ് മദർ ബോർഡിൽ അപ്ഗ്രേഡേഷൻ പോസിബിൾ അല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത് ലാപ്ടോപ്പ് ഇൻബിൽറ്റാണ്. അതായത് ലാപ്ടോപ്പിൻ്റെ അകത്ത് തന്നെയാണ് അതിൻ്റെ മദർ ബോർഡ്. ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് CPU-ൻ്റെ അകത്തായിരുന്നു. അപ്പോൾ നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാം. ലാപ്ടോപ്പിൻ്റെ അകത്ത് അപ്ഗ്രേഡേഷൻ പറ്റത്തില്ല. ചില ലാപ്ടോപ്പിൽ പറ്റും, ഭയങ്കര റയർ ആയിട്ടുള്ള ലാപ്ടോപ്പിൽ അപ്ഗ്രേഡേഷൻ പറ്റത്തുള്ളൂ. ഗ്രാഫിക്സ് കാർഡൊക്കെ നമുക്ക് വേറെ, ഗ്രാഫിക്സ് കാർഡ് ഗെയിമിംഗ് പർപ്പസിന് വേണ്ടി നമുക്ക് വേറെ വേണമെങ്കിൽ പുതിയതായിട്ട് ലാപ്ടോപ്പിൻ്റെ അകത്ത് ആഡ് ചെയ്യാം, മദർ ബോർഡിൻ്റെ അകത്ത്. അടുത്ത സെർവർ മദർ ബോർഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സെർവർ ബിഗർ ഇൻ സൈസ്, ഹാവിങ് മെനി പോർട്സ് ആൻഡ് ഡിസൈൻ ഫോർ ഹൈ എൻഡ് വർക്ക്. അത് സെർവറിലാണ് യൂസ് ചെയ്യുന്നത്. സൈസും ഫിസിക്കലി ബിഗ് ആയിരിക്കും. സെർവർ മദർ ബോർഡ് ഡിസൈൻ ഫോർ ഹൈ എൻഡ് വർക്ക്സിന് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. ബിഗ് ആയിട്ടൊരു പർപ്പസ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. അടുത്തത് ടൈപ്സ് ഓഫ് PCB എന്ന് പറഞ്ഞാൽ മദർ ബോർഡിൻ്റെ വേറൊരു പേരാണ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. പ്രിൻ്റ് ചെയ്ത സർക്യൂട്ട് ബോർഡ്. അതിൻ്റെ അകത്ത് മിനി ATX 10 ഉണ്ട് ടൈപ്സ് ഓഫ് മദർ ബോർഡ്. അതിൻ്റെ അകത്ത് മിനി ATX, ഫ്ലെക്സ് ATX, മൈക്രോ ATX, ഈ 3 എണ്ണത്തിനകത്താണ് നോർമലി നമ്മുടെ PC-യുടെ മദർ ബോർഡ് വരുന്നത്. നോർമലി യൂസ് ചെയ്യുന്നത് ഈ 3 വരെയാണ് PC-യുടെ മദർ ബോർഡിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പേഴ്സണൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന മദർ ബോർഡ് എന്ന് പറയും മിനി ATX, ഫ്ലെക്സ് ATX, മൈക്രോ ATX, ഈ 3 എണ്ണമാണ് മെയിനിലായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത EATX, പിക്കോ ATX എന്ന് പറഞ്ഞാൽ റാസ്ബെറി പൈക്ക് അത് യൂസ് ചെയ്യുന്നതാണ്. റാസ്ബെറി പൈ എന്ന് പറയുന്നത് നമുക്ക് ഹാക്കിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ലിനക്സിൻ്റെ ഒരു സിസ്റ്റമാണ്. അതിൻ്റെ അത് നമുക്ക് യൂസ് ചെയ്യുന്ന മദർ ബോർഡാണ് പിക്കോ ATX. ഓരോ മദർ ബോർഡിൻ്റെ പേരാണിത്. ഇപ്പം ITX എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത NLX എന്ന് BTX, മൊബൈൽ ATX എന്ന് പറയുന്നത് നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യുന്ന മദർ ബോർഡ്. നമ്മുടെ എല്ലാം സ്മാർട്ട് ഫോണിലുള്ള നമ്മുടെ സ്മാർട്ട് ഫോണിലും മദർ ബോർഡുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. അതിൻ്റെ അകത്ത് ചിപ്പുണ്ട്. നമ്മുടെ PC-ക്കകത്ത് ചിപ്പ് സെറ്റ് ഉണ്ട്, അത് ഞാൻ പറയാം. വാറ്റെക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈപ്പ് ഓഫ് PCB എന്ന് പറഞ്ഞാൽ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ മദർ ബോർഡ്. ഇത്രയും ടൈപ്പാണ്, 10 ടൈപ്പാണ് ഇതിനകത്തുള്ളത്. അടുത്ത ബസ്സസ് ഇൻ മദർ ബോർഡ്. ഞാൻ മുമ്പേ പറഞ്ഞു ബസ് എന്ന് പറയുന്ന ഡേറ്റ ഫ്ലോയ്ക്ക് വേണ്ടിയുള്ളതാണ്. ബസ്സുകളാണ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ ഡേറ്റാസ് എല്ലാം ഫ്ലോ ചെയ്യുന്നത്. ബസ് ഉള്ളത് മദർ ബോർഡിനകത്താണ്. 3 ടൈപ്പ് ബസ്സസ് ഉണ്ട്: ഡേറ്റ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്. ഡേറ്റ ബസ് എന്ന് പറയുമ്പോൾ സെൻഡ് ആൻഡ് റിസീവ് ഡേറ്റ ടു മെമ്മറിയിലോട്ട് സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും, അതായത് അയക്കുകയും നമുക്ക് കിട്ടുകയും ചെയ്യുന്നു ഡേറ്റ മെമ്മറിയിലോട്ട്. അതാണ് ഡേറ്റ ബസ്. മെമ്മറിയിലോട്ട് അയക്കുകയും ചെയ്യുന്നു. അഡ്രസ് ബസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് മെമ്മറിയിലോട്ട് പോകുന്നു. സെൻഡ് അഡ്രസ് ഓഫ് ഇൻപുട്ട് ടു ദ മെമ്മറി. ഇൻപുട്ട് ചെയ്യുന്നത് നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേറെ ചെയ്യുന്നതാണ്, അതിനെക്കുറിച്ച് വറിയിടാവുണ്ട. അഡ്രസ് ഇൻപുട്ടായിട്ട് മെമ്മറിയിലോട്ട് പോകുന്നു. ഇൻപുട്ട് ചെയ്യുന്നത് നമ്മൾ മെമ്മറിയിലോട്ട് പോകണം. അതാണ് അഡ്രസ് ബസ്സിൻ്റെ സവിശേഷത. 3 ബസ്സുകളുണ്ട്. ഇതാണ് ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ബസ്. ഡേറ്റ ബസ്, അഡ്രസ് ബസ്. അടുത്ത കൺട്രോൾ ബസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേക്ക് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ CPU ആൻഡ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ പെരിഫറൽസ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിലുള്ള കമ്പോണൻസ്, അതായത് മൗസ്, കീബോർഡ്, അതെല്ലാം സ്പീക്കർ, ഇതെല്ലാം വേറെ കമ്പോണൻസ് ആണ്. അത് പെരിഫറൽസ് ആണ്. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ ബോർഡിൻ്റെ അകത്ത് തന്നെയുള്ള വേറെ സോക്കറ്റ്, VGA കാർഡ്, ഓരോ സ്ലോട്ടുകൾ, CMOS ബാറ്ററി, അങ്ങനെയുള്ള അതൊക്കെയാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. അതും CPU-യും ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് കൺട്രോൾ ബസ്സിൻ്റെ സവിശേഷത. അപ്പോൾ 3 ബസ്സുണ്ട്:
ഡാറ്റാ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്. അടുത്ത എന്നാണ് സി പി യു സോക്കറ്റ് എന്നുള്ളത്. സി പി യു സോക്കറ്റ് ഓർ സി പി യു സ്ലോട്ട് ഈസ് എ മെക്കാനിക്കൽ കമ്പോണൻറ്റ് ദാറ്റ് പ്രൊവൈഡ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ കണക്ഷൻസ് ബിറ്റ്വീൻ എ മൈക്രോ പ്രൊസസ്സർ ആൻഡ് എ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. ഒരു മദർ ബോർഡും മൈക്രോ പ്രൊസസ്സറും തമ്മിലുള്ള ഒരു കണക്ഷൻസ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സി പി യു സോക്കറ്റിലാണ്. സി പി യു സോക്കറ്റിൽ നമ്മൾ മൈക്രോ പ്രൊസസ്സർ ചിപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഇൻ്റൽ 4, ഇൻ്റൽ 5, ഇൻ്റൽ 10 അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. അത് നമ്മൾ സി പി യു സോക്കറ്റിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിൻ്റെതാണ് പ്രോസസ്സിങ് ഫുള്ള് നടക്കുന്നത്. ഇതൊക്കെ ഹാർഡ്വെയർ കോഴ്സുകളാണ്. ഇത് നമുക്ക് ലൈവായിട്ട് ഞാൻ ഇതിൻ്റെ ഈ മദർ ബോർഡിൻ്റെ പാർട്സ് കിട്ടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ലൈവായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ അതിനു മുമ്പ് ജസ്റ്റ് ഈ എന്താണ് സി പി യു സോക്കറ്റ്, എന്താണ് ബസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൻ്റെ ടേംസ് എല്ലാം മനസ്സിലാക്കാൻ വെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, വഴിയെ ഞാൻ ഒത്തിരി വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ് സി പി യു സോക്കറ്റ് എന്നുള്ളത്. മൈക്രോ പ്രോസസ്സർ ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ സി പി യു സോക്കറ്റ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ എ മൈക്രോ പ്രോസസ്സർ ആൻഡ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. സി പി യു സോക്കറ്റിനകത്താണ് നമ്മൾ ഇൻ്റലിൻ്റെ ചിപ്പ് വെക്കുന്നത്. ഓക്കെ, ഇത് സോക്കറ്റ് ചിപ്പ്, ഇൻ്റലിൻ്റെ ചിപ്പ് അല്ലെങ്കിൽ മൈക്രോസ് ചിപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് സി പി യു സോക്കറ്റിലാണ്. ഇതാണ് സി പി യു സോക്കറ്റിൻ്റെ പൊസിഷൻ. ഈ റെഡിൽ കാണിച്ചിരിക്കുന്നതാണ് സി പി യു സോക്കറ്റിൻ്റെ പൊസിഷൻ. അവിടെയാണ് നമ്മൾ ഇൻ്റലിൻ്റെ ചിപ്പ് വെക്കുന്നത്. അടുത്ത മെമ്മറി സ്ലോട്ട്. മെമ്മറി സ്ലോട്ട് എന്ന് പറഞ്ഞാൽ റാം ഒക്കെ SD-RAM, DDR ഇതെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ മദർ ബോർഡിൽ ഉള്ള സ്ലോട്ടാണ് മെമ്മറി സ്ലോട്ട്. ഇതെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്ലോട്ടാണ്. ഈ ഫോട്ടോയിൽ കാണിച്ചത് കണ്ടില്ലേ, അതിനുള്ള സ്ലോട്ടാണ് മെമ്മറി സ്ലോട്ട്. മെമ്മറി സ്ലോട്ട് എന്ന് പറയും, മെമ്മറി സോക്കറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ റാം സ്ലോട്ട് എന്നും പറയും. ഈ സ്ലോട്ട് അലോസ് കമ്പ്യൂട്ടർ മെമ്മറി, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി, അതാണ് റാൻഡം ആക്സസ് മെമ്മറി ടു ബി ഇൻസേർട്ടഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ. ഡിപ്പെൻഡിങ് ഓൺ ദ മദർ ബോർഡ് ദർ വിൽ ബി യൂഷ്വലി 2 to 4 മെമ്മറി സ്ലോട്ട്. സാധാരണയായിട്ട് 2 to 4 മെമ്മറി സ്ലോട്ട് ഉണ്ട് ഒരു മദർ ബോർഡിൻ്റെ അകത്ത്. ഇപ്പോൾ മദർ ബോർഡ് എന്താണെന്നറിയാം, അതിൻ്റെ അകത്ത് 2 to 4 മെമ്മറി സ്ലോട്ട് ഉണ്ട് യൂഷ്വലി ആയിട്ട്. ആൻഡ് what determine the types of RAM used in computer? The most common types of RAM are SD-RAM, DDR. RAM 2 ടൈപ്പ് ഉണ്ട്, SD-RAM, സ്റ്റാറ്റിക് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി, DDR. ഇത് രണ്ടും എന്താണെന്ന് ഞാൻ മെമ്മറി എന്നുള്ള ടോപ്പിക്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ ഇത്ര ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. റാം 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് SD-RAM, ഒന്ന് DDR ഫോർ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് SODIMM ഫോർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിന് വേണ്ടി SD-RAM, DDR, SODIMM ലാപ്ടോപ്പിന് വേണ്ടി. SODIMM എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് സ്ലോട്ടാണ്. ഇപ്പോൾ ഇത്രയും വലിയ സ്ലോട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ വെക്കാൻ പറ്റത്തില്ല. ഇത് PC-ക്കകത്ത് വെക്കാൻ PC-യിലെ സാധിക്കത്തുള്ളൂ, ഡെസ്ക്ടോപ്പിൽ സാധിക്കത്തുള്ളൂ. അപ്പോൾ ലാപ്ടോപ്പിനകത്തുള്ള സ്ലോട്ടിൻ്റെ പേരാണ് SODIMM, SODIMM. ഈച്ച് ഹാവിങ് വേരിയസ് ടൈപ്പ് ഓഫ് സ്പീഡ്. ഓരോന്നിനും പല ടൈപ്പ് സ്പീഡ്സ് ഉണ്ട്. ഈ പിക്ചറിൽ കാണുന്നതാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലെ സ്ലോട്ട്. SD-RAM, DDR ആണ് മെമ്മറി സ്ലോട്ടാണ് ഈ പിക്ചറിൽ നമ്മൾ കാണുന്നത്. അടുത്തത് ഇതാണ് മെമ്മറി സ്ലോട്ട് ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത്. അടുത്ത CMOS ബാറ്ററി. എന്താണ് CMOS ബാറ്ററി? നോൺ വോളറ്റൈൽ ബയോസ് മെമ്മറിയാണ്. എന്താണ് ബയോസ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അതായത് നമ്മുടെ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ ഓഫ് ആക്കുമ്പോഴുള്ള ചില ഓപ്പറേഷൻസ് നടക്കത്തില്ലേ, അതാണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി എന്ന് പറയുന്നത്. ബൂട്ട് ചെയ്യാനുള്ളൊരു മെമ്മറി അത് പ്രൊവൈഡ് ചെയ്യുന്നത് CMOS ബാറ്ററി എന്നാണ്, ഇലക്ട്രിസിറ്റി എന്നല്ല. അത് PC-ക്കകത്തുണ്ട്, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അകത്തും ഉണ്ട്, പേഴ്സണൽ കമ്പ്യൂട്ടറിനകത്തും ഉണ്ട്, ലാപ്ടോപ്പിനകത്തും ഉണ്ട്. നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. എന്താണ് നോൺ വോളറ്റൈൽ എന്നുള്ളതാണ്? വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും, ഇലക്ട്രിസിറ്റി പോയാൽ അത് വർക്ക് ചെയ്യത്തില്ല. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡേറ്റ അത് പ്രോസസ്സ് ചെയ്യും. അതാണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ. നോൺ വോളറ്റൈൽ ബയോസ് മെമ്മറിയാണ് refers to a small memory on PC motherboard that is used to store BIOS setting. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സെറ്റിങ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ബാറ്ററി. ഇറ്റ് വാസ് ട്രഡീഷണലി കോൾഡ് CMOS RAM because it is used as volatile low power complementary metal oxide semiconductor. അതാണ് CMOSൻ്റെ ഫുൾ ഫോം, കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമികണ്ടക്ടർ. അത് പവർഡ് ബൈ എ സ്മോൾ ബാറ്ററി വെൻ സിസ്റ്റം വാസ് പവർ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സിസ്റ്റത്തിലെ ടൈമിങ് നമ്മുടെ സിസ്റ്റം ഓഫ് ആക്കിയാലും നമ്മുടെ സിസ്റ്റത്തിലെ ടൈം നിൽക്കുന്നില്ല.
പിറ്റേ ദിവസം സിസ്റ്റം ഓൺ ആക്കിയാലും ടൈം കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ ഓഫ് ആക്കുമ്പോഴും നമ്മൾ ഇലക്ട്രിസിറ്റി സിസ്റ്റത്തിലോട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ അതിന് ടൈമിങ് തെറ്റായിരിക്കാൻ വേണ്ടി അതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്ന ബാറ്ററിയാണ് CMOS ബാറ്ററി. സിസ്റ്റത്തിൻ്റെ ടൈമിങ്ങും പിന്നെ ബൂട്ട് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളും ചെയ്യുന്നതാണ് CMOS ബാറ്ററി. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ? അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി ഉള്ളുമ്പോൾ ഇലക്ട്രിസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സിസ്റ്റം ഓഫ് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം ഓൺ ആക്കിയുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈം കിട്ടുന്നുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ CMOS ബാറ്ററി മദർ ബോർഡിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. ഇതാണ് CMOS ബാറ്ററി ഇരിക്കുന്ന സ്ഥലം. ഒരു നമ്മുടെ നോട്ടിൻ്റെ അത്രയും ഉള്ളൂ, ഒരു രൂപ അത്രയും ഉള്ളൂ. അടുത്ത ICA, PCI ആൻഡ് AGP സ്ലോട്ട്. എന്താണ് ICA? ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചർ. അതാണ് ICA. ഇപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്ത് PCI സ്ലോട്ട് വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചർ 8 ബിറ്റും 16 ബിറ്റും പാരലൽ ബസ് സിസ്റ്റമാണ്. 6 ഡിവൈസ് ടു ബി കണക്റ്റഡ് ടു ദ PC. 6 ഡിവൈസ് വരെ നമുക്ക് ഇത് PC-ലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. വിർച്വലി ഓൾ IBM കമ്പാറ്റബിൾ PC മെയ്ഡ് ബിഫോർ Pentium വാസ് മെയ്ഡ്. ISA എന്തിനായിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഒരു എക്സ്പാൻഷൻ കാർഡാണ്. എന്താണ് എക്സ്പാൻഷൻ കാർഡ്? ഓഡിയോ കാർഡ്, വീഡിയോ കാർഡ് എല്ലാം ഒരു നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പാൻഷൻ കാർഡാണ് ISA, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചർ. ഇപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് PCI-ലോട്ട് വന്നു. ഇപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് PCI-ലോട്ട് വന്നു. അത് ഞാൻ പറയാം. പേഴ്സണൽ കമ്പോണൻറ്റ് ഇൻ്റർ കണക്റ്റഡ്. ISA എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതൊരു എക്സ്പാൻഷൻ കാർഡാണ്. ഓഡിയോ കാർഡും വീഡിയോ കാർഡും എല്ലാം മദർ ബോർഡിൻ്റെ അകത്തുള്ള എക്സ്പാൻഷൻ കാർഡാണ്. ഓഡിയോ കാർഡും വീഡിയോ കാർഡും എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സ്ലോട്ടാണ് ഇത്. ISA സ്ലോട്ട്. രണ്ടാമത്തെ AGP, ആക്സിലറേറ്റ് ഗ്രാഫിക്സ് പോർട്ട്. AGP എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റ് ഗ്രാഫിക്സ് പോർട്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഗ്രാഫിക്സ് കാർഡ് നമുക്കറിയാം. നമ്മൾ ഗെയിമിങ് ചിലപ്പോൾ സിസ്റ്റത്തിലോ ലാപ്ടോപ്പിലോ നമ്മൾ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാഫിക്സ് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഗ്രാഫിക്സ് കൂട്ടണമെങ്കിൽ നമുക്ക് ഒരു ഗ്രാഫിക്സ് കാർഡും കൂടെ വെക്കണം. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് വെക്കാൻ വേണ്ടിയുള്ളൊരു സ്ലോട്ടാണ് AGP, ആക്സിലറേറ്റഡ് ഗ്രാഫിക്സ് പോർട്ട്. അത് ഭയങ്കര ഫാസ്റ്റാണ്. അത് സത്യം പറഞ്ഞാൽ PC-യെക്കാളിലും ഫാസ്റ്റാണ് AGP. ഹൈ സ്പീഡ് പോയിന്റ് ടു പോയിന്റ് ചാനലാണ് വീഡിയോ കാർഡ് ടു കമ്പ്യൂട്ടർ മദർ ബോർഡ്. പ്രൈമറി അഡ്വാൻറ്റേജ് AGP ഓവർ PCI is that provide dedicated pathway between slot and processor rather than sharing the PCI bus. അറ്റാച്ചിങ് എ വീഡിയോ കാർഡ് ടു കമ്പ്യൂട്ടർ മദർ ബോർഡിലോട്ട് ഒരു വീഡിയോ കാർഡ് അറ്റാച്ച് ചെയ്യുന്നതിനും ഇത് യൂസ് ചെയ്യും. ഗ്രാഫിക്സ് കൂട്ടാനും നമ്മൾ ആക്സിലറേറ്റഡ് ഗ്രാഫിക്സ് പോർട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഈ ബ്രൗണിൽ കാണുന്നതാണ് AGP. അടുത്ത എന്നാണ് PCI എന്നുള്ളതാണ്, പെരിഫറൽ കമ്പോണൻറ്റ്. ഞാൻ പറഞ്ഞു അതിനെ, അതായത് നമ്മുടെ ആദ്യത്തെ ISAയിൽ റീപ്ലേസ് ചെയ്തതാണ് ഇപ്പോൾ PCI വന്നിരിക്കുന്നത്. PCI എന്ന് പറഞ്ഞാൽ പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർ കണക്റ്റ്. അതെന്തിനാണ് ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൗണ്ട് കാർഡ്, വീഡിയോ കാർഡ്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സ്ലോട്ടാണ് PCI, പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർ കണക്റ്റ്. ഇതും മദർ ബോർഡിൻ്റെ അകത്താണ് ഉള്ളത്. അതൊരു ലോക്കൽ ബസ്സാണ്. നമുക്ക് PCI രണ്ടെണ്ണം, ഒന്ന് PCI, ഒന്ന് PCIe. PCIe എന്ന് പറഞ്ഞാൽ PCI പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർ കണക്റ്റ് എക്സ്റ്റൻഡ്, രണ്ടെണ്ണം ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് പ്രൊസസ്സർ ബസ് സ്പീഡ്. ഈ AGP-യെക്കാളും സ്പീഡ് കുറവാണ് PCIക്ക്. പക്ഷെ നമ്മൾ ISA റീപ്ലേസ് ചെയ്തത് PCI-ലോട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും PCI, പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർ കണക്റ്റ്. കാരണം സൗണ്ട്, ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്, NS കാർഡും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് മൂന്നും സപ്പോർട്ട് ചെയ്യുമെങ്കിൽ നമുക്ക് PCI വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് ഇപ്പം മോസ്റ്റ്ലി PCI ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് PCI-യുടെയും AGP-യുടെയും ISA-യുടെയും ഇത്, അതായത് പൊസിഷൻസ്. അടുത്ത എന്താണ് ചിപ്സെറ്റ് എന്നുള്ളതാണ്. ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മുമ്പേ CPU സോക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ചിപ്സെറ്റ് വെക്കുന്നത്. അതാണിത്. ഇൻ്റലിൻ്റെ മൈക്രോ പ്രോസസ്സർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് പറഞ്ഞു. അതാണിത് ചിപ്സെറ്റ്. മാനേജ് ഡാറ്റ ഫ്ലോ ബിറ്റ്വീൻ പ്രൊസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്ക്. ഡാറ്റ ഫ്ലോ മാനേജ് ചെയ്യും. ആദ്യമേ പ്രൊസസ്സർ, CPU പ്രൊസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്ക്, പിന്നെ മെമ്മറിയിൽ നിന്ന് പെരിഫറൽസിലോട്ട്. പെരിഫറൽസ് എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയ കീബോർഡ്, മൗസ്, പ്രിൻ്റർ, സ്കാനർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാം ചിപ്സെറ്റാണ്. പണ്ട് ഇതൊക്കെ തുടങ്ങിയ
ഇത് ചിപ്സെറ്റ് ഡെവലപ്പ് ചെയ്ത സമയത്ത് ഭയങ്കര ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ വലുതായിരുന്നു. അത് പിന്നെ ചെറുതായി ഇപ്പോൾ ചെറുതായിട്ടാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. പണ്ട് ഇതിൻ്റെയൊക്കെ സൈസ് വളരെ വലുതായിരുന്നു. ചിപ്സെറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻസ് ഇൻ ആൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ദാറ്റ് മാനേജ് ദ ഡാറ്റ ഫ്ലോ ബിറ്റ്വീൻ ദ പ്രൊസസ്സറിലോട്ടുള്ള ഡാറ്റ ഫ്ലോയെ മാനേജ് ചെയ്യും, മെമ്മറിയിലോട്ടുള്ളതും പിന്നെ പെരിഫറലോട്ട് ഉള്ളതും. ഇറ്റ് ഈസ് യൂഷ്വലി ഫൗണ്ട് ഇൻ ദ മദർ ബോർഡ് ഓഫ് എ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലാണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്, കാണുന്നത്. ചിപ്സെറ്റ് ആർ യൂഷ്വലി ഡിസൈൻ ടു വർക്ക് വിത്ത് എ സ്പെസിഫിക് ഫാമിലി ഓഫ് മൈക്രോ പ്രൊസസ്സർ. ഒരു സ്പെസിഫിക് ഫാമിലി ഓഫ് മൈക്രോ പ്രൊസസ്സറിൻ്റെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് കൺട്രോൾ കമ്മ്യൂണിക്കേറ്റ്സ് ബിറ്റ്വീൻ ദ പ്രൊസസ്സർ എക്സ്റ്റേണൽ ഡിവൈസ്. ഈ മദർ ബോർഡിൻ്റെ അകത്തുള്ള പ്രൊസസ്സർ, CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിവൈസസ്, ചിപ്സെറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിറ്റർമിനിങ് സിസ്റ്റം പെർഫോമൻസിന് വേണ്ടി ചിപ്സെറ്റ് ഭയങ്കര വലിയ റോള് പെർഫോം ചെയ്യുന്നുണ്ട്. ഇൻറ്റൽ i3, iCore, i4, ഇങ്ങനെ ഇൻറ്റൽ i4, 4th ജനറേഷൻ, 3rd ജനറേഷൻ, ഇങ്ങനെ ഒത്തിരി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഈ ചിപ്സെറ്റിൻ്റെ 4th, 5th, 6th ഇങ്ങനെ വരുമ്പോഴത്തേനും അതിൻ്റെ പെർഫോമൻസും കൂടും. ഓക്കെ, അപ്പം ഇത് എല്ലാ ഇയറിലും ഡെവലപ്പ് ആവുന്നുണ്ടോയെന്ന് അറിയത്തില്ല, എങ്കിലും 2 വർഷമൊക്കെ കൂടുമ്പോൾ പുതിയ ഇത് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പം ഏറ്റവും നല്ല ചിപ്സെറ്റ് വെക്കുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് അത്രയും കൂടും. ഓക്കെ, ഡാറ്റ ഫ്ലോ ബിറ്റ്വീൻ ഡാറ്റ ഫ്ലോ ചെയ്യും എവിടെ നിന്ന്? പ്രൊസസ്സറിൽ നിന്ന് മെമ്മറിയിലോട്ട്, പിന്നെ മെമ്മറിയിൽ നിന്ന് ഹാർഡ്വെയറിലോട്ട്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിവൈസിലോട്ട്. ചിപ്സെറ്റ് ഭയങ്കര ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്നുണ്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിനും സ്പീഡിനും ഒക്കെ. ഓക്കെ, ഇതാണ് ചിപ്സെറ്റിൻ്റെ വെക്കാനുള്ള ഇത് സോക്കറ്റ്. സൗത്ത് ബ്രിഡ്ജ്. അടുത്ത എന്താണ് സൗത്ത് ബ്രിഡ്ജ് എന്നുള്ളതാണ്. സൗത്ത് ബ്രിഡ്ജ് ഈസ് വൺ ഓഫ് ദ 2 ചിപ്സ് ഇൻ കോർ ലോജിക് ചിപ്സെറ്റ് ഓൺ എ പേഴ്സണൽ കമ്പ്യൂട്ടർ മദർ ബോർഡ്. 2 ചിപ്പ്, അതായത് ഒന്ന് നോർത്ത് ബ്രിഡ്ജും ഉണ്ട്, ഒന്ന് സൗത്ത് ബ്രിഡ്ജും ഉണ്ട്. സൗത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ PCI, പേഴ്സണൽ കമ്പ്യൂട്ടർ ഇൻ്റർകണക്റ്റ്, USB, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചർ, IDE, BIOS, ലിഗസി, ഇതെല്ലാം ആയിട്ട് കണക്ട് ചെയ്യുന്നത് സൗത്ത് ബ്രിഡ്ജാണ്. ഇതിൻ്റെ എല്ലാ ഇൻ്റർ കണക്ഷനും സൗത്ത് ബ്രിഡ്ജ് ഇതിനെല്ലാം ഒരു ഹബ്ബ് പോലെയാണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾ ചെയ്യും, ഇതിനെല്ലാം ഇൻ്റർ കണക്ട് ചെയ്യും. ഇത് ഒരു സൗത്ത് ബ്രിഡ്ജ് ഒരു ഹബ്ബ് പോലെയാണ് ഇതിന് നോക്കുന്നത്. ഇത്രയും സാധനം കണക്ട് ചെയ്യുന്നതും ഇത്രയും സാധനം മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് സൗത്ത് ബ്രിഡ്ജാണ്. ഏതൊക്കെ? പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർകണക്റ്റ്, USB എന്ന് പറഞ്ഞാൽ നമ്മൾ USB കുത്തുന്നത്. PCI എന്ന് പറഞ്ഞാൽ സൗണ്ട് കാർഡ്, വീഡിയോ കാർഡ്, NIC കാർഡ്. ഇൻഡസ്ട്രി ISA എന്ന് പറഞ്ഞാൽ ISA എന്നാണ് വീഡിയോ കാർഡ്, മറ്റേ എക്സ്റ്റൻഷൻ കാർഡ്, ഓഡിയോ കാർഡ്, വീഡിയോ കാർഡ്, അതാണ് ISA. പിന്നെ IDE, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ്, പിന്നെ BIOS, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, പിന്നെ ലെഗസി. ഇത്രയും ഇൻ്റർകണക്ട് ചെയ്യുന്നതാണ് സൗത്ത് ബ്രിഡ്ജ്. അതാണ് സൗത്ത് ബ്രിഡ്ജിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് ഈ റെഡിൽ കാണുന്നതാണ് സൗത്ത് ബ്രിഡ്ജ്, 12 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതാണ് സൗത്ത് ബ്രിഡ്ജ്. അപ്പം ആ പറഞ്ഞ PCI, USB, ISA, IDE, BIOS, ലെഗസി, ഇത്രയും സാധനത്തിന് ഇൻ്റർകണക്ട് ചെയ്യുന്നതിനെയാണ് സൗത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ് നോർത്ത് ബ്രിഡ്ജ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ മറ്റേ ഫിഗറിൽ കണ്ടു, നോർത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത് നമ്മുടെ സൗത്ത് ബ്രിഡ്ജിനെ ഇതെല്ലാം ഹബ്ബ് പോലെയാണ് സൗത്ത് ബ്രിഡ്ജ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ സൗത്ത് ബ്രിഡ്ജിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ CPUവിനെയും റാമിനെയും AGPനെയും നോർത്ത് ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നോർത്ത് ബ്രിഡ്ജിൻ്റെ പ്രത്യേകത. ബ്രിഡ്ജ് എന്ന് പറയുന്നത് അറിയാമല്ലോ, അതായത് ഒരു പാലം. നമുക്ക് ഇവിടുന്ന് അപ്പുറം കടക്കണമെങ്കിൽ ഒരു പാലം വേണം. അതായത് ഒരു വെള്ളത്തിൽ നിന്ന് ഒരു നദിയിലൊരു ഒരു കരയിൽ നിന്ന് അപ്പുറം കര കടക്കണമെങ്കിൽ ഒരു പാലം വേണം. അതുതന്നെയാണ് ഇതിൻ്റെ അകത്തും. ഇതിനകത്ത് ഈ PCI, USBയിലും IDE, BIOS, ലെഗസി എല്ലാം അപ്പുറത്ത് കടക്കണമെങ്കിൽ, CPUവിൻ്റെ അടുത്തോട്ട് വരണമെങ്കിൽ, അല്ലെങ്കിൽ റാമിലോട്ട് ചെല്ലണമെങ്കിൽ ഒരു പാലം വേണം. അതാണ് സൗത്ത് ബ്രിഡ്ജ്. ഈ സൗത്ത് ബ്രിഡ്ജിനും അങ്ങോട്ട് ചെല്ലണമെങ്കിൽ ഒരു പാലം വേണം. അതാണ് നോർത്ത് ബ്രിഡ്ജ്. അപ്പോൾ ഈ റാമിന് CPUവിൻ്റെ അടുത്ത് ചെല്ലണമെങ്കിലും ഒരു പാലം വേണം. അതാണ് നോർത്ത് ബ്രിഡ്ജ്. AGP, CPU എല്ലാം AGP
CPU, റാം എല്ലാം നോർത്ത് ബ്രിഡ്ജ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നോർത്ത് ബ്രിഡ്ജ് സൗത്ത് ബ്രിഡ്ജ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സൗത്ത് ബ്രിഡ്ജ് ഈ പറഞ്ഞ എല്ലാം കൺട്രോൾ ചെയ്യുന്നു. ആരെയൊക്കെ? PCI, USB, ISA, IDA, BIOS, ലെഗസി. നോർത്ത് ബ്രിഡ്ജ് typically ഹാൻഡിൽസ് കമ്മ്യൂണിക്കേഷൻ എമംഗ് CPU. CPUവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സം കേസ് റാമിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. PC അല്ലെങ്കിൽ AGPയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ കാർഡ് സൗത്ത് ബ്രിഡ്ജ്. സം നോർത്ത് ബ്രിഡ്ജ് ഓൾസോ കണ്ട ഇൻ്റഗ്രേറ്റഡ് വീഡിയോ കൺട്രോൾസ് ഗ്രാഫിക്സ് ആൻഡ് മെമ്മറി controller hub in Intel system. Because of different processor and RAM require different signaling, a given north bridge will typically work with only one or two class of CPU. ഒരു നോർത്ത് ബ്രിഡ്ജ് ഒന്നോ അല്ലെങ്കിൽ രണ്ട് ക്ലാസ് ഓഫ് CPU ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. CPU ആൻഡ് ജനറലി ഓൺലി ടൈപ്പ് ഓഫ് റാം. ഞാൻ പറഞ്ഞ പോലെ നോർത്ത് ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത് CPUവിന് വേണ്ടിയും AGPക്ക് വേണ്ടിയും റാമിന് വേണ്ടിയും. സൗത്ത് ബ്രിഡ്ജിന് വേണ്ടി. സൗത്ത് ബ്രിഡ്ജ് കൺട്രോൾ ചെയ്യുന്നത് PCI, USB, ISA, IDE, BIOS, ലെഗസി. ഇതിനെ ഈ സാധനങ്ങളിലെ എല്ലാം കണക്ട് ചെയ്യുന്നത് ഈ സാധനം എല്ലാം കണക്ട് ചെയ്യുക മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുകയാണ് സൗത്ത് ബ്രിഡ്ജിൻ്റെ പരിപാടി. സൗത്ത് ബ്രിഡ്ജിനെ CPU ആയിട്ടും AGP ആയിട്ടും റാമായിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ പരിപാടി ബ്രിഡ്ജാണ് നോർത്ത് ബ്രിഡ്ജ്. ഇതാണ് സൗത്ത് ബ്രിഡ്ജ്, അതാണ് നോർത്ത് ബ്രിഡ്ജ്. ഇതാണ് നോർത്ത് ബ്രിഡ്ജ്. അടുത്ത എന്താണ് ഗ്രാഫിക്സ് കാർഡ്? അപ്പം നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ഇമേജ് യൂസ് ചെയ്യുന്ന മോണിറ്റർ. നമ്മൾ മോണിറ്ററൈസ് ചെയ്യുന്ന ഇമേജിന് ക്വാളിറ്റി കൂടണമെങ്കിലോ ഇപ്പോൾ 3D ഫോർമേഷനിലൊക്കെ വരണമെങ്കിലോ അത് നമ്മൾ ഇരിക്കുന്ന സിസ്റ്റത്തിനെക്കാളും കുറച്ചുകൂടെ ഹൈ ആയിട്ട് കിട്ടണമെങ്കിലോ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യണം. അതിനാണ് ഗ്രാഫിക്സ് കാർഡ് ഇസ് എ പീസ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഒരു ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നത്. that produce the image you see in the monitor. Monitor ചെയ്യുന്ന ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ്. ഗ്രാഫിക്സ് കാർഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റെൻഡറിങ് ആൻ ഇമേജ് ടു എ മോണിറ്റർ. ഇറ്റ് ഡസ് ബൈ കൺവേർട്ടിംഗ് ഡേറ്റ ഇൻടു എ സിഗ്നൽ ടു എ മോണിറ്റർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഗ്രാഫിക്സ് സിസ്റ്റം ഹൈ ലെവൽ എത്തിക്കാൻ വേണ്ടിയാണ് ഗ്രാഫിക്സ് കാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓഡിയോ കാർഡ് എന്ന് പറഞ്ഞാൽ ബിൽറ്റ് ഇൻ ഒരു കാർഡാണ് ഓഡിയോ കാർഡ്. നമ്മുടെ ഓഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഒത്തിരി ഇതുണ്ട്. ഈ ബ്ലൂ, പിങ്ക്, ഗ്രീന്, റെഡ്, ബ്ലാക്ക്, ഓറഞ്ച്. ഇതിൻ്റെ വെളിയിൽ നമ്മൾ വയർ കണക്ട് ചെയ്യുന്നതാണ്. ഈ ഓഡിയോ കാർഡ് ഇൻബിൽറ്റ് ആണ് ഇതിൻ്റെ അകത്ത്, മദർ ബോർഡിൻ്റെ അകത്ത്. സൗണ്ട് കാർഡ് ഇപ്പം മൈക്കിനുള്ളതുണ്ട്, സ്പീക്കറിലോട്ട് കുത്താനുള്ളതുണ്ട്, നമ്മുടെ സിസ്റ്റത്തിലോട്ട് കുത്താനുള്ള, PC-യിലോട്ട് കുത്താനുള്ളതെല്ലാം ഉണ്ട്. അതാണ് ഓഡിയോ കാർഡ് എന്ന് പറയുന്നത്. ആ കാർഡ് ആണ് ഓഡിയോ കാർഡ്. അത് മദർ ബോർഡിൻ്റെ അകത്തുണ്ട്. A sound card is an expansion card or IC of producing sound പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കാർഡാണ്. കമ്പ്യൂട്ടർ ദാറ്റ് ക്യാൻ ബി ഹെയർഡ് ത്രൂ സ്പീക്കർ, ഹെഡ്ഫോൺ കുത്താനുള്ളത്, സ്പീക്കർ കുത്താനുള്ള പോർട്ട്. ഓത്തോ കമ്പ്യൂട്ടർ ഡസ് നോട്ട് നീഡ് എ സൗണ്ട് ഡിവൈസ് ടു ഫങ്ഷൻ. കമ്പ്യൂട്ടറിന് സൗണ്ട് ഡിവൈസിൻ്റെ ആവശ്യം. ദേ ആർ ഇൻക്ലൂഡ് എവരി മെഷീൻ ഫ്രം അനദർ. ഇൻബിൽറ്റ് ആണ്, അതായത് എല്ലാ മെഷീനിലും മാനുഫാക്ചറിങ് ടൈമിൽ തന്നെ അതും ഉണ്ട്. അടുത്ത NIC കാർഡ്. എന്താണ് NIC കാർഡ്? നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് എതർനെറ്റ് പോർട്ട്. ഇതാണ് എതർനെറ്റ് പോർട്ട്. എതർനെറ്റ് പോർട്ട് എല്ലാ ലാപ്ടോപ്പിലും എല്ലാ സിസ്റ്റത്തിലും ഉണ്ട്. അത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. NIC കാർഡിലെ MAC അഡ്രസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കമ്പ്യൂട്ടറിലും, എല്ലാ സിസ്റ്റത്തിലും, എല്ലാ ലാപ്ടോപ്പിലും യുണീക്കായിട്ടുള്ള MAC അഡ്രസ്സാണ്. ഇപ്പം എൻ്റെ സിസ്റ്റത്തിലെ MAC അഡ്രസ്സ് അല്ല വേറൊരാളുടെ സിസ്റ്റത്തിൽ. IP അഡ്രസ്സ് ചിലപ്പോൾ സെയിം ആയിരിക്കും എല്ലാവർക്കും. അത് നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ് നമുക്ക് IP അഡ്രസ്സ് ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ MAC അഡ്രസ്സ് ഒരിക്കലും മാറത്തില്ല. എന്താണ് MAC അഡ്രസ്സ്? മീഡിയ ആക്സസ് കൺട്രോൾ. അതാണ് MACൻ്റെ ഫുൾ ഫോം. അത് എല്ലാ സിസ്റ്റത്തിലും ഇൻബിൽറ്റ് തൊട്ടേ ഉള്ളതാണ്. അപ്പോൾ നമുക്കൊരു നമ്പറിങ് ആണത് MAC അഡ്രസ്സ്. അതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അഡ്രസ്സ്. അത് യുണീക്ക് ആയിരിക്കും. എല്ലാ സിസ്റ്റത്തിലും സെയിം ആയിരിക്കും. യുണീക്ക് ആയിരിക്കും. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് അത് കൺട്രോൾ ചെയ്യും. LAN അഡാപ്റ്ററിനെ കൺട്രോൾ ചെയ്യും. പ്രൊവൈഡ് ഡെഡിക്കേറ്റഡ് നെറ്റ്വർക്ക് കണക്ഷൻ ടു ദ കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യും. MAC അഡ്രസ്സ് ഉണ്ട്, ഇതിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യും. ബാക്ക് പാനൽ കണക്റ്റേഴ്സ് ആൻഡ് പോർട്ട്. അത് PS2 കീബോർഡ് മൗസിന് വേണ്ടിയുള്ള കണക്ടറാണ് ആദ്യം കാണുന്നത്.
ഇത് പാരൽ പോർട്ട്, സീരിയൽ പോർട്ട്. പാരൽ പോർട്ട് എന്തിനാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. നമ്മുടെ സ്കാനർ പ്രിൻ്ററൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്, പാരൽ പോർട്ട്, സീരിയൽ പോർട്ട്. അടുത്ത് USB പോർട്ട്, ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടി, ചാർജ് ചെയ്യാനോ അതിനൊക്കെ വേണ്ടി. അടുത്ത് ഫയർ പോർട്ട്. ഫയർ പോർട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഫയർ വാളിനുള്ള ഇതാണ് കേബിളിങ്. ഇത് ഇഥർനെറ്റ് RJ LAN കേബിൾ. ഇത് നമ്മുടെ ലാപ്ടോപ്പിലും സിസ്റ്റത്തിലും ഇൻ്റർനെറ്റ് വരാൻ വേണ്ടി നെറ്റ്വർക്ക് കേബിളിംഗ് ആണ് LAN കേബിൾ. ഇഥർനെറ്റ് കേബിൾ, മൈക്രോഫോൺ, ഇൻ ഔട്ട്, ലൈൻ ഇന്ന്, ലൈൻ ഔട്ട്, ഗ്രീന്, ലൈൻ ഇന്ന്, ബ്ലൂ, മൈക്രോഫോണിന് വേണ്ടി പിങ്ക്. ഇത് നമ്മുടെ സ്പീക്കേഴ്സിന് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്. അടുത്ത പോർട്ട് PS2 മൗസിൻ്റെ പോർട്ട്, അതായത് മൗസിൽ നിന്നൊരു വയർ പോലും, ആ വയർ നമ്മുടെ CPU ബാക്കിൽ കുത്താനുള്ള പോർട്ട്, അതാണ് ഫസ്റ്റ് വൺ, ഗ്രീൻ. പിന്നെ PS2 മൗസിൻ്റെ LAN പോർട്ട്, ഇതാണ് LAN പോർട്ട്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇച്ചിരി മണ്ടയിൽ ഇച്ചിരി ഇത്, അതാണ് LAN കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പോർട്ടെന്ന് പറഞ്ഞാൽ കുത്തുന്ന സ്ഥലം. മൂന്നാമത്തെ ഓഡിയോ പോർട്ട്, ഇതാണ് ഓഡിയോ പോർട്ട്. ഈ മൂന്നെണ്ണം, ബ്ലൂ, ഗ്രീന്, പിങ്ക്. ഇൻ ഔട്ട്, സ്പീക്കർ, PS2 കീബോർഡ്, ഇത് മൗസ് പറഞ്ഞു കീബോർഡിൻ്റെ നീല ഇത് കീബോർഡിൽ നിന്നുള്ള വയർ കണക്ട് ചെയ്യാൻ CPU ബാക്കിലുള്ള പോർട്ടാണ് PS2 കീബോർഡ്. USB 3.0 USB കണക്ട് ചെയ്യാൻ വേണ്ടി, അതെല്ലാവർക്കും അറിയാം. സീരിയൽ പോർട്ട്, സ്കാനർ കണക്ട് ചെയ്യാൻ വേണ്ടി. VGA, ഇതാണ് VGA കേബിൾ, വീഡിയോ ഗ്രാഫിക്സ് അരേ. നമുക്ക് വീഡിയോ കാണാൻ വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടി CPU നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് VGA കേബിൾ. അല്ലെങ്കിൽ നമുക്ക് VGA കേബിളിൽ നമുക്ക് പ്രൊജക്ടർ വർക്ക് ചെയ്യിപ്പിക്കാം. USB 2.0 ഉണ്ടോ, USB 2.0യും USB 3.0യും തമ്മിൽ വ്യത്യാസമുണ്ട്. 3.0യ്ക്കകത്ത് GB സ്പീഡ് കൂടുതലാണ്, അതായത് 5 GB എങ്ങാണ്ടോ സ്പീഡ് കൂടുതലാണ്. 2.0യ്ക്കകത്ത് 480 MB/s ആണ്. 3.0യ്ക്കകത്ത് 2 GB/s ആണ്. 2 GB അല്ല, 5 GB/s ആണ് സ്പീഡ്. കുറച്ച് അതർ പോർട്ട്, DVI, പാരൽ, HDMI അറിയാമല്ലോ, നമ്മുടെ ടിവിയിലെ സെറ്റപ്പ് ബോക്സ് ഒക്കെ അവിടെ കണക്ട് ചെയ്യുന്നതാണ് HDMI. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. ഓഡിയോ USB 2.0. സാറ്റ ആൻഡ് ID കേബിൾസും അവരുടെ കണക്ടറുമാണ്. സാറ്റ ആൻഡ് ID കേബിൾസാണ് ഇത് ആദ്യത്തെ. ഇതാണ് സാറ്റ ആൻഡ് ID കേബിൾസ്. പവർ കണക്ഷൻ വയേഴ്സ്, ഇതാണ് CPU ഫാൻ വയർ ആണ് ഇത്. പവർ കണക്ഷൻ വയേഴ്സ്, ഇത് മോളക്സ് വയർ, ഇത് സാറ്റ ആൻഡ് ID പോർട്ട് 7. സാറ്റ ആൻഡ് ID എന്തിനാണെന്ന് ചോദിച്ചാൽ ഡിസ്ക് ഡ്രൈവ് നമ്മുടെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് സാറ്റ ആൻഡ് ID കേബിൾ എന്ന് പറയുന്നത്. പവർ കണക്ഷൻ വയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ SMBSും CPU ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് പവർ കണക്ഷൻ വയേഴ്സ് എന്ന് പറയുന്നത്. സാറ്റ ആൻഡ് ID കേബിൾ ഇത്. പവർ കണക്ഷൻ വയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്. CPU ഫാൻ വയർ എന്ന് പറഞ്ഞാൽ ഇത്. CPU ഫാനും അതുമായിട്ട് കണക്ട് ചെയ്യാൻ CPU ഫാൻ വയർ, അതായത് നമ്മുടെ CPU മദർ ബോർഡ് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഫാനുമായിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ കൂടുതലായിട്ടും ഹീറ്റ് ആവും. മോളക്സ് വയർ, ഇതാണ് മോളക്സ് വയർ. അതും DVD ഡിസ്ക് ഇത് മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സാറ്റ ആൻഡ് ID പോർട്ട് 740 പിന്നുണ്ട്. ഇതാണ് 740 പിന്ന്. 24 പിന്നുണ്ട് ATX പോർട്ടിന്. 4 പിന്ന് BRI പോർട്ട്, 4 പവർ ആൻഡ് HDD 4 പിന്ന്. ഇത്ര മനസ്സിലാക്കിയിരിക്കുക. കേബിൾസ് ഏതൊക്കെയാണ്? സാറ്റ ആൻഡ് ID കേബിൾ, പവർ കണക്ഷൻ വയർ. സാറ്റ ആൻഡ് ID കേബിൾ ഇത്, പവർ കണക്ഷൻ വയർ ഇത്, CPU ഫാൻ വയർ ഇത്, മോളക്സ് വയർ ഇത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ USB 3.0യ്ക്ക് ഇതുണ്ടോ 5 GB/s ആണ് സ്പീഡ്. 3.1ന് 10 GB/s. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് 2.0 ആണ്, 480 MB/s. 3.0 അല്ല 3.0യ്ക്ക് 480 MB/s. 3.1ന് 10 GB/s. USB 3.0 ഡ്രൈവ്
5 GB/s. ഇതിൻ്റെ ഹോസ്റ്റ് വ്യത്യാസമുണ്ട്, അതാണ് ഇത് രണ്ട് സെയിം ആയിട്ട് വന്നത്. ഇതുണ്ടോ, ഇവിടെ ഹോസ്റ്റ് 3.0, ഇവിടെ 2.0 ആണ്. ഓക്കെ, ഇവിടെ 3.0 ആണ് ഹോസ്റ്റ്, ഇവിടെ 2.0, അതാണ്. പക്ഷേ ഇവിടെ രണ്ടും 3.0 ആണ് USB ഡ്രൈവ്. പക്ഷേ അതിൻ്റെ സ്പീഡ് വ്യത്യാസമുണ്ട്. ഹോസ്റ്റ് കൂടുമ്പം സ്പീഡും കൂടും. ഇവിടെ 3.0 ആയതുകൊണ്ട് 5 GB വന്നു, ഇവിടെ 2.0 ആയതുകൊണ്ട് 480 MB/s. പിന്നെ നമ്മുടെ USB അറിയാലോ, ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി ഒക്കെയാണ് ആപ്പിൾ. ഇപ്പം ടൈപ്പ് സി ചാർജറിങ് ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ടൈപ്പ് സി ആണ് മൈക്രോഫോൺ, അതായത് മൈക്കിനുള്ളതാണ് ഇത്. റെഡ് ഞാൻ മുമ്പേ കാണിച്ചു. നമ്മുടെ സിപിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പോർട്ട്, ലൈനിന് സ്പീക്കറിൻ്റെ ലൈൻ ഔട്ട്. ഈ റെഡ്, പിങ്ക്, ബ്ലൂ, ഗ്രീന്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അപ്പം മദർ ബോർഡിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ആയിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ